ഡിജിറ്റൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാല പൊൻകുന്നം റോഡിൽ പൈക ടൗണിനടുത്താണ്. ടൗണിൽ നിന്നും ബസ് റോഡിൽ തന്നെ അങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരം ടൗണിൽ നിന്നും പോയി കഴിയുമ്പോൾ അത് ബസ് റോഡിൽ തന്നെ PWD റോഡ് തന്നെ അങ്ങ് പോയി കഴിയുമ്പോൾ ആ റോഡ് സൈഡിൽ എന്ന് പറയുന്നില്ല, തൊട്ടടുത്ത് തന്നെ, അതായത് ഒരു 50 മീറ്റർ ദൂരം അല്ലെങ്കിൽ 100 മീറ്റർ ദൂരം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ല ശാന്തസുന്ദരമായിട്ട് നല്ലൊരു പുഴയുടെ വക്കത്ത് പോലെ ഇരിക്കുന്ന, അതായത് ഒരു നല്ലൊരു തോടിൻ്റെ കരയിലിരിക്കുന്ന അടിപൊളി സീനറിയൊക്കെ നല്ലൊരു വൈബിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വീട് 21 സെന്റ് സ്ഥലത്തിൽ 2600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 1,50,00,000 രൂപയാണ്. വീടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് നോക്കിയാലും ഒരിക്കലും ചോദിക്കുന്ന വില കൂടിപ്പോയി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ക്വാളിറ്റിയിലാണ് വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റൊക്കെ കൂടിയേക്കുന്നത് നമുക്കറിയാം. സിമെന്റിന്റെ ഡെയിലി 10, 40, 30 രൂപയൊക്കെ വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞ് ടൈലിനൊക്കെ ഒരു സ്ക്വയർ ഫീറ്റിന് 40 രൂപയും 30 രൂപയൊക്കെ കൂടിയത്. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിയുമ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ടൈല് വേണ്ടി വരും എന്ന് ചിന്തിക്കുക. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിനാണ് ഇത്രയും തുക കൂടിയത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ, അതുപോലെ ലേബർ ചാർജ് കൂടി, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ക്യൂട്ടായിട്ട് എന്നാൽ പക്ക ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ മറക്കണ്ട, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടാർ റോഡിൽ നിന്നും നമ്മളുടെ വീട് പ്രോപ്പർട്ടി ആരംഭിക്കുക. നമ്മളിപ്പുറത്ത് വാഹനം കിടക്കുന്ന സ്ഥലം നമ്മൾ കണ്ടു, നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലം, അവിടെ മുതൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ്. 21 സെൻറ്റ് സ്ഥലത്തിലാണ് വീടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത്രയും സ്ഥലം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു കൃഷിത്തോട്ടങ്ങളൊക്കെ വയ്ക്കുവാനും, മുറ്റത്തിന് തൊട്ട് ചേർന്ന് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു മാവ്, ഒരു പ്ലാവ്, ഒരു റംബൂട്ടാനൊക്കെ കായ്ച്ചു നിൽക്കുന്ന ഒരു റംബൂട്ടാനൊക്കെ കിട്ടിയാൽ എത്ര മനോഹരമായിരിക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ തന്നെ ഇത് മുറ്റത്തേക്ക് കയറി കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് എത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഗാർഡനിങ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന ഈ വീട് നമുക്ക് ചുറ്റുവട്ടമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടി നടന്നൊന്ന് കാണാം. ചുറ്റും നല്ല അയൽവക്കമൊക്കെ ഉണ്ട്. അപ്പുറത്തെ വീട്ടിലും ബാക്കി സൈഡിലൊക്കെ നല്ല അയൽവക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അയൽവക്കങ്ങൾ എന്നാൽ തൊട്ട് ചേർന്ന് നേരെ ഫ്രണ്ടിലൊന്നും വീടില്ല. നമുക്ക് ഇതാണ് നമ്മുടെ മുറ്റം, സ്ഥലവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുവഴി നമുക്ക് നേരെ അപ്പുറത്തേക്കൊന്ന് പോകാം. പോയി കഴിയുമ്പോൾ മുറ്റത്തിൻ്റെ ഒരു സ്റ്റോൺ വിരിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഭംഗിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ബാക്കി മുഴുവൻ നാച്ചുറൽ ഗ്രാസ് വെച്ചുകൊണ്ട് നല്ല ബ്യൂട്ടിഫുള്ളാക്കി എടുത്തിരിക്കുന്നു. ഇത് ഈ കാണുന്നതാണ് നമ്മൾ തുമ്പേ പറഞ്ഞത് ഒരു പുഴ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. എത്ര മനോഹരമായ ഒരു പുഴയാണ്, പുഴയുടെ തീരത്താണ് ഇരിക്കുന്നത്. എന്നാൽ വെള്ളം ഒട്ടും കയറുകയുമില്ല എന്നുള്ളതാണ്. ഇതുപോലെ നല്ലൊരു ഓമനത്വമുള്ള നല്ലൊരു വീട്, ഇതുപോലെ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു സീനറിയോട് സമീപത്തായിട്ട് ഇതുപോലെ ഒരു വീട്. ഏതാണ്ട് ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ആ സിറ്റ് ഔട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ സീനറിയോട് തൊട്ടടുത്തായിട്ട് ഇതുപോലൊരു വീട് പണി കഴിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാവുന്ന രീതിയിലാണ്. നമുക്ക് മുകളിലോട്ട് കയറാം. മുകളിലത്തെ സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെല്ലാം. മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള റൂഫ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു 300-400 പേരുടെ പാർട്ടി നടത്താൻ പറ്റുന്ന വലിപ്പത്തിലുള്ള റൂഫ് വർക്ക്. ഇവിടെ റൂഫ് വർക്കിനകത്തോടെ നമ്മളങ്ങ് പോകുമ്പോൾ തൊട്ട് ബാക്കിലുള്ളൊരു വീട് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒരു ബാൽക്കണി പോലെ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ബാൽക്കണി പോലെ ഇറങ്ങിയിരിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള തോടിൻ്റെയൊക്കെ ഒരു നല്ലൊരു വ്യൂവിലേക്ക് വരാവുന്ന രീതിയിലുള്ള നല്ലൊരു തോട്. ആ തോടിൻ്റെ സൈഡിലേക്ക് നമ്മളൊന്ന് നോക്കി അവിടെ ഒന്ന് ഇരുന്ന് നമുക്കൊന്ന് ഈ സീനൊന്ന് ആസ്വദിക്കാം. ഇതുകൊണ്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ആ വണ്ടി കിടക്കുന്ന അവിടെ മുതൽ നമ്മുടെ സ്ഥലം തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ റൂഫിനകത്തേക്ക് വീണ്ടും കയറി ഇതൊരു ബാൽക്കണിയായിട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. വേണ്ടവർക്ക് വേണമെങ്കിൽ മുകളിലൊന്ന് കയറി കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടുവരുന്ന ഒന്ന് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ വീണ്ടും മനോഹരമായ മുറ്റത്തേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന മുറ്റം.
ഇവിടെ നമ്മൾ നേരെ ഇനി ചുറ്റുവട്ടം ഇവിടെ കിണറുണ്ട്. ഒരു അപ്പുറത്ത് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്ന ഭാഗത്തൊരു കിണറുണ്ട്, ഇവിടെയും കിണറുണ്ട്. വെള്ളം ഇഷ്ടംപോലെ ലഭിക്കും. വേണമെങ്കിൽ വിൽക്കാൻ വെള്ളം കിട്ടും, അതുപോലെ വെള്ളം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഇത്. നമ്മൾ ചുറ്റുവട്ടം എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതാണ് ഈ സൈഡിലെ മുറ്റം. ഒരു 10 വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ മുറ്റം കിട്ടുമെന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടെ മുതൽ വണ്ടി പാർക്ക് ചെയ്യാം. അങ്ങനെ ഇവിടെ മുതൽ പാർക്ക് ചെയ്ത് അങ്ങേ അറ്റം വരെയും പാർക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് നേരെ കാണേണ്ടത് വീടിനകത്തെ ദൃശ്യങ്ങളാണ്. വീടിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിമനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളാണ് ഇതിന് കിട്ടിയിരിക്കുക. അപ്പോൾ മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് ഭംഗിയുള്ള ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മനോഹരമായ ഒരു കാർ പോർച്ച് ഉണ്ട്. കാർ പോർച്ച് നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് അതിമനോഹരമാക്കി എടുത്തിരിക്കുന്ന നല്ല ഒരു വീടാണിത്. നമുക്ക് തുറന്ന് അകത്തേക്ക് കയറാൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. ഇതാണ് ടൈല് ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം നല്ലൊരു വലിപ്പമുള്ളൊരു സ്വീകരണമുറിയാണ്. സ്വീകരണമുറി ഇവിടെ വന്നിരിക്കുന്നിടത്ത് സ്വീകരണമുറിയിൽ നല്ല ഇൻറ്റീരിയർ ലൈറ്റുകൾ കൊടുത്തിട്ട് നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും കൂടി ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ കവർ ചെയ്യുകയാണ്. അങ്ങോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു ഗാർഡൻ പോലെ നല്ലൊരു ഭംഗിക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവം കാണാം. ഇവിടെ 4 ബെഡ്റൂമാണ്, 4 അറ്റാച്ച്ഡ് ആണ്. 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വീടാണ് ഇവിടെ വന്നിരിക്കുക. TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. രൂപക്കൂട് വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് നമുക്ക് അപ്പുറത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്കാണ് ഒന്ന് വേഗം കടന്നു ചെല്ലേണ്ടത്. അപ്പോൾ ഈ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇവിടെ ബാക്കി ഹോളിൻ്റെ വലിപ്പമാണ് നമുക്ക് ആദ്യം ഒന്ന് കാണേണ്ടത്. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നല്ല ഒരു വലിപ്പമുള്ള ബെഡ്റൂമുകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കബോർഡ് വർക്കുകളുടെ ഒരു ഭംഗി രൂപം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നേരെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. എല്ലാം നല്ല ഒരു കളർ കോഡ് ഉപയോഗിച്ച് ഒന്നും ഓവറാക്കി കളയാതെ എല്ലാം ഭംഗിയുള്ള കളർ കോഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കബോർഡിൻ്റെ കളറുകളാവട്ടെ അല്ലെങ്കിൽ കിച്ചൻ്റെ ടൈലുകളാവട്ടെ ടോയ്ലറ്റിൻ്റെ ടൈലുകളാവട്ടെ ടോയ്ലറ്റിൻ്റെ ഡോറാവട്ടെ എല്ലാം നല്ലൊരു നല്ലൊരു കളർ തീമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എൻജിനീയറിംഗ് കരവിരുത് ഈ വീടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥമായ കാര്യം. ഇവിടുന്ന് നമ്മുടെ മനോഹരമായ കബോർഡ് വർക്കുകൾ കണ്ടുകൊണ്ട് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങൾ ഡൈവേർട്ടറൊക്കെ വെച്ചുകൊണ്ടാണ് ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആദ്യത്തെ ബെഡ്റൂം നമ്മളൊന്ന് കവർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കബോർഡ് വർക്കുകൾ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും കാണിക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അതുപോലെയാണ് ഈ വീടിൻ്റെ ഓരോ വർക്കുകളും വന്നിരിക്കുക. മനോഹരം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും മനോഹരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവർത്തനം തോന്നിയേക്കാം. പക്ഷേ ഇത് ആവർത്തനമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പച്ച പരമാർത്ഥം. ഇതൊരു സിറ്റ് ഔട്ട് നമ്മൾ പുറത്തോട്ട് നടന്നു പോയപ്പോൾ സിറ്റ് ഔട്ട് കണ്ടായിരുന്നു. ആ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ വന്ന് വീട് കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്തൊരു ഒരു കുളിർമയാണ് ഇവിടെ ഇരിക്കുമ്പോൾ എന്ന് കാണാം. അതുപോലെ തന്നെ ഇവിടെ ജനൽപ്പാളികളൊക്കെ കൊടുത്തിരിക്കുന്ന മനോഹരമായ ജനൽപ്പാളികളാണ്. നല്ല വലിപ്പമുള്ള ജനൽപ്പാളികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജനൽപ്പാളികൾ സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ചെയ്തുകൊണ്ട് ഇവിടെ TV യൂണിറ്റൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിലും വേറെ എക്സ്ട്രാ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാ മനോഹാരിതയും ഒത്തിണങ്ങി ചേർന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഈ വീട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് ഡ്രസ്സിങ് ഏരിയയിൽ മേക്കപ്പ് സെറ്റുകളൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക.
ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡോറുകളാവട്ടെ, ടോയ്ലറ്റിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളാവട്ടെ, ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന കബോർഡുകളാവട്ടെ, എല്ലാം മനോഹരമായ കബോർഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ മിറർ ലാമ്പ് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡൈവേർട്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ വീണ്ടും നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കണ്ടത്. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് മൂന്നാമത്തെ ഈ TV യൂണിറ്റ് കഴിഞ്ഞാണ് മൂന്നാമത്തെയും നാലാമത്തെയും ബെഡ്റൂം വരിക. അപ്പോൾ ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷാണ് ടൈല് കൊടുത്തിരിക്കുക. മാറ്റ് ഫിനിഷ് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ടൈലിനൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ടൈലിനൊക്കെ ഒരു 100 രൂപയ്ക്ക് അടുത്ത് മുടക്കം വന്നേക്കും. കാരണം അതുപോലെ ടൈലിന് വില കൂടിപ്പോയി. 100 രൂപയല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ വന്നേക്കും. ഞാനൊക്കെ ടൈൽ എടുത്തിട്ട് ഇപ്പം കുറച്ചായി, വില കൂടിയപ്പം എടുത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല ഇപ്പോഴത്തെ ടൈലിൻ്റെ വില. എന്നാൽ പോലും ഒരു 100 രൂപയ്ക്ക് മുകളിൽ വന്നേക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ അതുപോലെ ടൈലിനൊക്കെ വില കൂടി. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടൈല് കട്ട് ചെയ്യുവാനായിട്ട് ഗ്യാസ് കട്ടിംഗ് ആണ്, ഗ്യാസ് കിട്ടാനില്ല എന്നുള്ളൊരു പേരിൽ പെട്ടെന്ന് വില കൂട്ടിയതാണ്. ഇവിടെയുള്ള ടൈല് കട ഗുജറാത്തിലൊക്കെ പോയി എടുക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഗ്യാസിലൊന്നുമല്ല, ഇപ്പോഴും പാരമ്പര്യമായ രീതിയിൽ തന്നെയാണ് അവർ കട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പേരാണ് വില കൂട്ടുവാനായിട്ട്. മെറ്റീരിയൽ കോസ്റ്റുകളുടെ വില കൂടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഓരോ കാരണങ്ങളുണ്ടാക്കി വില കൂടുകയാണ്. വിലയെ പിടിച്ചു നിർത്തുവാനായിട്ട് ആരും ഇല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തോന്നുന്ന പടി വില കൂടിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റുകളാണ്. അതുപോലെ ടൈലിനും വില കൂടിക്കഴിഞ്ഞു. സ്വിച്ചുകൾ കണ്ടോ, ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്വിച്ചുകൾ, ബ്ലാക്ക് കളറിലുള്ള സ്വിച്ചുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂം ആണെങ്കിലും നല്ലൊരു എന്താ പറയുക, ഒരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ വെച്ചുകൊണ്ടുള്ള നല്ല ഒരു കബോർഡ് വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മനോഹരമാക്കി എടുത്തിരിക്കുന്ന നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അങ്ങനെ 4 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ഡ്രസ്സിങ് ഏരിയ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിങ് ഏരിയയും ടോയ്ലറ്റും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ നാലാമത്തെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ഇത് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകതകൾ. അവിടെ നിന്ന് നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന്, AC-യുടെ പോയിൻ്റ് ബെഡ്റൂമുകളിൽ എല്ലാം ചെയ്തുകൊണ്ടാണ് ഈ ബെഡ്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനോഹരമാക്കി എടുത്തിരിക്കുന്ന ഈ ബെഡ്റൂം. ഇനി ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വിശാലമായ സ്വീകരണമുറി, കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. ഡൈനിങ് ഹാളിലൂടെയാണ് നമ്മൾ നടന്നു വന്നത്. അപ്പോൾ ഓപ്പൺ കിച്ചൺ മനോഹരമാക്കിയ ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടും മനോഹരമാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു ഓപ്പൺ കിച്ചൺ. എല്ലാം മൾട്ടിവുഡ് ഉപയോഗിച്ച്, മറൈൻ മൾട്ടിവുഡ് WPC ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ്. 3 ഫേസ് വയറിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് വാഷ് കൗണ്ടർ, മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നു. മനോഹരമായ വാഷ് കൗണ്ടറും അതോടൊപ്പം തന്നെ നല്ല ഒരു കിച്ചൺ, മനോഹരമാക്കി എടുത്തിരിക്കുന്ന കിച്ചൺ. നല്ല കളർ കോഡ് ആണ് WPCക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കളർ കോഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വീട് ഒന്നുകൂടി മനോഹരമാക്കി എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് വർക്ക് ഏരിയ ഉണ്ട്. ഇതാണ് നല്ല ഇലക്ട്രിക് ചിമ്മിനി, സ്റ്റൗ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഉടമ താമസിക്കുവാനായിട്ട് പണിത വീടാണ്. അദ്ദേഹം താമസിക്കുവാനായിട്ട് കൺസ്ട്രക്ഷൻ പൂർത്തിയായി കഴിയുമ്പോൾ ജോലി സംബന്ധമായ രീതിയിൽ മാറി താമസിക്കണം, മറ്റേ സ്ഥലത്തേക്ക് പോകണം എന്നുള്ള താല്പര്യമുള്ളത് കൊണ്ട് മാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീടാണ് എന്നുള്ളൊരു കാര്യം. ഇതാണ് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്. ഇവിടെയും ഒരു ജനൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുക. ഇവിടുന്ന് നമ്മുടെ മനോഹരമായ കബോർഡ് വർക്കുകൾ മുകളിലും കാണാം. ഇവിടെ സ്റ്റോർ റൂമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോർ റൂം നല്ല വലിപ്പമുള്ള സ്റ്റോർ റൂമും ഉണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അടുക്കി വയ്ക്കുവാനൊക്കെ ആയിട്ടുള്ള നല്ല ഒരു സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായ വീട്, 21 സെൻറ്റ് സ്ഥലത്തിൽ 2600 സ്ക്വയർ ഫീറ്റോളം വരുന്ന മനോഹരമായ വീട്. ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റാണ് ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നത്. വലിയ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വയ്ക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ് ഇവിടെ വന്നിരിക്കുന്നത്.
TV യൂണിറ്റ് കാര്യങ്ങൾ, പ്രെയർ യൂണിറ്റ് എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മനോഹരമായ ഈ വീട് ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഈ വീട് സ്ഥലം സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങളെ എത്രയും പെട്ടെന്ന് വിളിക്കൂ. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വന്ന് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് വില നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.